ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളാണ് കേട്ടോ. ഇത് ഞാൻ മാർച്ച് 3 ആറ്റുകാൽ പൊങ്കാല ദിവസം എടുത്ത വീഡിയോ ആണ്. പക്ഷേ എഡിറ്റൊക്കെ ചെയ്ത് വന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഈ വട്ടം പൊങ്കാല ഇട്ടത് ഇടപ്പഴിഞ്ഞിയിലായിരുന്നു. ആദ്യം ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഈ വട്ടത്തെ പൊങ്കാല. നല്ല തണലുണ്ടായിരുന്നു. അതുപോലെ എല്ലാം വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് പൊങ്കാലയൊക്കെ ഇടാൻ പറ്റി കേട്ടോ. അപ്പോൾ ഈ വട്ടം പൊങ്കാലയ്ക്ക് എൻ്റെ കൂടെ അച്ഛനുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ സേവാഭാരതിയിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോളും ചേച്ചിയുടെ മോളും നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓൾറെഡി അവരൊക്കെ എൻ്റെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ടും അമ്മമ്മയുടെ മോളും, ഞങ്ങൾ ഇത്രയും പേരായിരുന്നു കേട്ടോ പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ എത്തി. ചേച്ചിക്ക് മണ്ടപുറ്റും തെരളിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, നമ്മൾ വ്ലോഗൊക്കെ എടുക്കുന്ന കണ്ടിട്ട്. നമ്മൾ ഈ സ്റ്റാൻഡൊക്കെ വെച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ രാജകുമാരി ഇത് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ചേച്ചി കേട്ടോ. പിന്നെ നമ്മൾ 9:30 പണ്ടാരടുപ്പിൽ തീ കൊളുത്തുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് പൊങ്കാലയ്ക്ക് അങ്ങനെ നമ്മുടെ പൊങ്കാലയൊക്കെ സ്റ്റാർട്ടായി. വളരെ ഭംഗിയായിട്ട് ഈ വട്ടം നമുക്ക് പൊങ്കാല ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ക്ലൈമറ്റ് ഭയങ്കര അനുകൂലമായിരുന്നു. അതുപോലെ തന്നെ വെള്ളം, ഫുഡ് എല്ലാം നമുക്ക് ഒന്നിനും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ മുന്നിൽ തന്നെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഭയങ്കര തിരക്കും ക്രൗഡൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് പൊങ്കാല ഇടാൻ പറ്റി. പിന്നെ ഒരു മരമൊക്കെ ഉണ്ടായിരുന്നുണ്ട്, അവിടെ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 9:30 പൊങ്കാല സ്റ്റാർട്ട് ചെയ്തിട്ട് 2:15 കേട്ടോ നിവേദിക്കുന്നത്. അപ്പോൾ അത്രയും സമയമുണ്ട് നമുക്ക്. പിന്നെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ പൊങ്കാലയൊക്കെ നമ്മുടെ റെഡിയാവും. അപ്പോൾ ഞാൻ ഈ വട്ടം ശർക്കര പായസമാണ് കേട്ടോ ഇട്ടത്. ഞാൻ എല്ലാ വട്ടവും സാധാരണ വെള്ളപ്പായസമാണ് ഇടാറ്. എനിക്ക് വെള്ളപ്പായസം മാത്രമേ ഉണ്ടാക്കാൻ അറിയാവുള്ളൂ. പക്ഷേ ഈ വട്ടം ഞാൻ ശർക്കര പായസമാണ് ഇട്ടത്. അപ്പം നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പൊങ്കാലയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല രീതിയിൽ ഇടാൻ പറ്റി. ക്ലൈമറ്റ് ആണെങ്കിൽ അവിടെ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പുകയുടെയും വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നു. സാധാരണ എല്ലാവട്ടും ഇങ്ങനെ കണ്ണിൽ പുകയൊക്കെ അടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ വട്ടം അങ്ങനെ വലിയ, കാരണം നമുക്ക് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങി ആ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെയൊക്കെ അവർ ഭയങ്കര സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ശർക്കര പായസം ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എല്ലാ ചേച്ചിയോട് ചോദിച്ച് ഓരോ കാര്യങ്ങളായിരിക്കും, ഓരോ സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ ചേച്ചിയോട് ചോദിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ മുകളിൽ നോക്കുന്നുണ്ട്, കാക്കയൊക്കെ മുകളിൽ ഇരിക്കുന്നുണ്ട്, വല്ല പടിയും തരുമോ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ എന്തോ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ പാക്കറ്റായിരുന്നു കേട്ടോ ശർക്കര. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ അവൾ ഇതുവരെ കണ്ടിട്ടില്ല ശർക്കര ഇങ്ങനെ പാക്കറ്റിലുള്ളത്. അപ്പോൾ എനിക്കൊന്ന് ആദ്യം കോയമ്പത്തൂർ വെച്ചാണ് ഈ ഒരു പാക്കറ്റ് ഇങ്ങനെ ജാഗറി പൗഡർ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ പാക്കറ്റ് തന്നെ നമുക്ക് പൊങ്കാല കിറ്റായിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ അല്ലേ. അങ്ങനെ പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ സൗകര്യത്തോടുകൂടി സമാധാനത്തോടു കൂടി നമുക്ക് ഇടാം. പിന്നെ ഞാൻ ചേച്ചിയോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എത്ര ഒഴിക്കണം, എങ്ങനെയാണ്, അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിലെല്ലാവരും പൊങ്കാല ഇട്ടോ? നിങ്ങളുടെ പൊങ്കാല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടണം കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ ഈ വട്ടത്തെ പൊങ്കാല അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങനെ എൻ്റെ പൊങ്കാല ഏകദേശം ഒരു 11 മണിയായ അകത്ത് തന്നെ ഏകദേശം എല്ലാം റെഡി ആയിട്ടോ. അങ്ങനെ പായസമൊക്കെ ഈ ഒരു രീതിക്കായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവിടെ തണ്ണിമത്തങ്ങ, മോര്, ഐസ്ക്രീം, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് നമുക്ക് ഒരിടത്തും പോകണ്ട, നമ്മളെ ഫ്രണ്ടിൽ തന്നെ അവർ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ വന്ന് ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും വടയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ ഈ വട്ടം ആറ്റുകാൽ അമ്പലത്തിന് മുന്നിൽ തന്നെയായിരുന്നു കേട്ടോ ഡ്യൂട്ടി. അങ്ങനെ അച്ഛൻ ഡ്യൂട്ടിക്ക് ജസ്റ്റ് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് മനുചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അപ്പോഴത്തേക്ക് തന്നെ 2:15 നമുക്ക് നിവേദിക്കാൻ ടൈമായി. അങ്ങനെ നിവേദ്യമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. സോ ഇപ്പോൾ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ തിരിച്ചു പോകാൻ ഭയങ്കര ബ്ലോക്കാണല്ലോ. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ എടുത്ത് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്.
അപ്പം ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം കീപ് സപ്പോർട്ടിങ്, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്. അപ്പം